തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് അടച്ച് CPM സമ്മേളനത്തിന് സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. CPIM ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ P. ബാബു ഉൾപ്പെടെ 19 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ്. കണ്ടാൽ അറിയാവുന്ന മറ്റ് 500 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇന്ന് ഇതിനെക്കുറിച്ച് തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി V. ജോയി പ്രതികരിച്ചു. വഞ്ചിയൂർ മെയിൻ റോഡിലല്ല ഞങ്ങൾ സ്റ്റേജ് കെട്ടിയത്. ഈ അടുത്ത കാലത്തായിട്ട് ആമയിഴഞ്ചാൻ തോടിൻ്റെ മുകളിൽ സ്ലാബിട്ട് ഒരു ചെറിയ ഏതാണ്ടൊരു 15-20 മീറ്റർ നീളത്തിൽ ഒരു ബൈപ്പാസ് പോലെ ഒരു റോഡ് നിർമ്മിച്ചിരുന്നു. ആ സ്ഥലം യഥാർത്ഥത്തിൽ ഈ മെയിൻ റോഡിലെ ട്രാഫിക്കിലെ പാർക്കിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റോഡ് സ്റ്റേജ് കെട്ടാൻ വേണ്ടിയിട്ട് ഇവർ എടുക്കുകയാണ് ചെയ്തത്. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി ആ പൊതുസമ്മേളനം നടത്തേണ്ട സ്റ്റേജ് ആ നിലയിൽ കെട്ടേണ്ടിയിരുന്നില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. അവിടെ മഴ പെയ്യുന്നു. 7 വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നത് വൈകുന്നുവെന്നും ഞങ്ങളുടെ ചെന്നൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വഞ്ചിയൂരിൽ കെട്ടിയതിന് സമാനമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞ് സ്റ്റേജ് നിർമ്മിച്ച CPI അനുകൂല പോഷക സംഘടനകളുടെ രാപ്പകൽ സമരം ഇപ്പോൾ നടക്കുന്നു. അതും ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SK. നമ്മളിപ്പോൾ ഉള്ളത് രാജ്ഭവന് മുമ്പിലാണ്. ഇവിടെ ഇന്ന് ചില പ്രതിഷേധ മാർച്ചുകളുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ വരുന്നുണ്ട്. നിലവിൽ രാജ്ഭവന് മുമ്പിലെ റോഡ് പോലീസ് തന്നെ തടഞ്ഞ് ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട്. ഈ CPM ഈ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ റോഡ് തടഞ്ഞ് സ്വമേധയാ സ്റ്റേജ് കെട്ടി സമ്മേളനം നടത്തിയത്. ഇതാണ് വലിയ വിവാദത്തിലേക്ക് നയിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട CPMന്റെ പ്രതികരണം, ഇത് പ്രധാന പാതയല്ലെന്നും ഇവിടെ ഇത്തരത്തിൽ റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടുന്നതിന് നേരത്തെ അനുമതി വാങ്ങിയെന്നൊക്കെയാണ് CPM ആദ്യഘട്ടത്തിൽ വിശദീകരിച്ചത്. പിന്നാലെയാണ് വിഷയവുമായി ബന്ധപ്പെട്ട പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. 500 പേർക്കെതിരെ ഈ സംഭവം നടന്ന അന്ന് രാത്രി തന്നെ പോലീസ് കേസെടുത്തു. ഇപ്പോൾ നിലവിൽ ആ കേസുമായി ബന്ധപ്പെട്ട 19 പേരെ കണ്ടാൽ തിരിച്ചറിയുന്ന 19 പേരെ നിലവിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇതിൽ ചില ആളുകൾക്കൊക്കെ പോലീസ് നോട്ടീസും അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വഞ്ചിയൂർ ബാബു ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് നിലവിൽ പോലീസ് നോട്ടീസ് അയച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത CPMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെതിരെ പോലീസ് ഇതുവരെ ഒരു തരത്തിലുള്ള നടപടിയോ നോട്ടീസ് അയക്കലോ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ രാവിലെ വാർത്തകൾ കാണിച്ചതാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPI സംഘടനകളുടെ CPIയുടെ സർവീസ് സംഘടനകളുടെ ഒരു പ്രതിഷേധ രാപ്പകൽ സമരം ഉണ്ടായിരുന്നു. ഈ രാപ്പകൽ സമരത്തിനും റോഡ് കയ്യേറിക്കൊണ്ട് സ്റ്റേജ് കെട്ടിയും ഒപ്പം പൊതുനിരത്തുകൾ കസേര സ്ഥാപിക്കുന്നതും കണ്ടു. ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. വഞ്ചിയൂരിൽ സ്റ്റേജ് കെട്ടി റോഡ് മറച്ച് അതിന് കേസെടുത്തിരിക്കുന്നു CPM നേതാക്കൾക്കെതിരെ. അതിന്റെ വിശദാംശങ്ങളാണ് ജയശങ്കർ നൽകിയത്.